ലോണ് കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? ഇപ്പൊ ഞാൻ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ഈ കലങ്ക് സംവാദ പരിപാടിയിലെ പോലെ ആയിരിക്കും പ്രതികരിക്കുക. അപ്പം അല്ലല്ല, അങ്ങനൊന്നുമില്ല. അതിന് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്താണ് ഇത്ര നിയന്ത്രിക്കാൻ പറ്റാത്ത ഈ വികാരം? നിങ്ങൾക്ക് ഡീസ്ക്രിപ്റ്റ് ചെയ്യണം എന്നെ. ഐ എം നോട്ട് യുവർ സ്ക്രിപ്റ്റ്. യു ക്യാൻ നെവർ ഡീസ്ക്രിപ്റ്റ്. ഇമോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദേഷ്യമല്ല. ആ ദേഷ്യത്തിന് യോഗ്യമായ അവസ്ഥകൾ നിങ്ങൾ സൃഷ്ടിച്ചാൽ ഉറപ്പായിട്ടും ദേഷ്യം. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അനുകമ്പയ്ക്കും സ്നേഹത്തോടെയുള്ള മറുപടികൾക്കുള്ള അന്തരീക്ഷം നിങ്ങൾ ഒരുക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ, മീഡിയ ഷുഡ് ഡ്രോ യുവർ ലൈൻ ആൻഡ് നെവർ ലെറ്റ് മീ ഡ്രോ യുവർ ലൈൻ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് കേരളത്തിന് വേണ്ടി പലതും ചെയ്യാൻ കഴിയും. അപ്പോഴും താങ്കൾ പറയുന്നത് ഐ ഡോണ്ട് ബിലോങ് ഹിയർ എന്നുള്ളൊരു തരത്തിലാണ്. എനിക്ക് ഇതൊന്നുമല്ല വേണ്ടത്, സിനിമയായിരുന്നു എനിക്ക് വേണ്ടത്. ഐ ഡോണ്ട് ബിലോങ് ഹിയർ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ ഒറ്റ അതെ, മനസ്സിലായി മനസ്സ് നിറഞ്ഞു. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. ആള് സ്ട്രക്ചർ ഒന്ന് ഉടച്ച് ഡീസ്ട്രക്ചർ ചെയ്യണം. അസഹിഷ്ണുത അതിന്റെ പീക്കിലെത്തിയ ഒരു വിജയം കേരളത്തിൽ ഉണ്ടായിപ്പോയെങ്കിൽ അതിനുള്ള ദുഷ്കാരണങ്ങൾ മുഴുവൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൊടപിടിക്കണം എന്ന് വിചാരിച്ച് ചോദ്യം ചോദിച്ചാൽ ഐ എം വെരി സോറി. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അതെനിക്ക് മനസ്സിലായി. അത് വേണ്ട. സത്യപ്രതിജ്ഞ ചെയ്ത് ആ സത്യപ്രതിജ്ഞയിലെ വരികൾക്ക് ഞാൻ ബഹുമാനം നൽകുന്നുണ്ടെങ്കിൽ ആ ബഹുമാനത്തെ ഉടയ്ക്കാൻ ശ്രമിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ രൂക്ഷമായ നോട്ടം അല്ലെങ്കിൽ മറുപടി നൽകിയിട്ടുണ്ട്. വിച്ച് ഇസ് മൈ റൈറ്റ്. ഇപ്പോൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോരടിക്കുമ്പോൾ ഒരു രാഷ്ട്രീയമായി അപ്പുറത്ത് നിൽക്കുന്ന ആളുകളോട് സംസാരിക്കുന്നത് പോലും ശരിയല്ല എന്ന തരത്തിലുള്ള ഒരു പ്രതിച്ഛായ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതേസമയം താങ്കൾ ഏത് സംവിധാനത്തിലായാലും ഒരു ഔട്ട്സൈഡർ ഇമേജ് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പം BJP നേതാവാണ്, MP ആണ്, മന്ത്രിയാണ്. പക്ഷെ താങ്കൾ നായനാരെ കാണാൻ പോയി, K. കരുണാകരനെ കാണാനായിട്ട് താങ്കൾ പോയി. അപ്പോൾ നയനാരൊന്നും അങ്ങനെ ബഹുമാനിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനും യോഗ്യരല്ല. അല്ല, അവർ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇഷ്ടമില്ലാത്ത പാർട്ടിക്കാരുണ്ടാവും, അവരെ ഗവനിക്കുന്നില്ല. ആർക്കും ഇഷ്ടമില്ലായികയില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? അപ്പോൾ ഞാനൊരു രാഷ്ട്രീയ നേതാവാണ്, MP ആണ്, മന്ത്രിയാണ് എന്നൊക്കെ ആലോചിക്കാതെ പഴയ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയാണ് എന്ന് ചിന്തിച്ചു പോകുന്ന സമയമുണ്ടോ? ഇപ്പൊ ചില പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ആക്ഷൻ ഹീറോ പറയുന്നത് പോലെ ഇപ്പൊ കിറ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ മുഖത്തേക്ക് എറിയണം. പറഞ്ഞ ആക്ഷൻ ഹീറോ പറഞ്ഞ് ഒന്ന് ബ്ലെമിഷ് ചെയ്യണം, which is bad. കിറ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ മുഖത്തെറിയണം, വിമർശനങ്ങൾക്ക് പുല്ലുകയാണ്. ഈ മാക്രികൾ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്നൊക്കെ പറയുന്നത്. If you were cheated for 5 years, democratic cheating is traitoring. ആ ട്രൈറ്ററുടെ മുഖത്ത് പിന്നെ അവൻ വീണ്ടും ഭരണം പിടിക്കാനായിട്ട് തരുന്ന കിറ്റ് വലിച്ചെറിയല്ലാതെ പിന്നെ എന്താ വേണ്ടത്? ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു 5 വർഷത്തേക്ക്. അലിഗേഷൻ അല്ല, ഇസ് എ ട്രൂ. യു ആസ്ക് ദ പീപ്പിൾ ഓഫ് കേരള. ഇപ്പം ഭൂട്ടാനിൽ നിന്നുള്ള വാഹനം കടത്ത് സംബന്ധിച്ച് ചില റെയ്ഡുകൾ സിനിമാ താരങ്ങളുടെ വീട്ടിൽ നടന്നപ്പോൾ താങ്കൾ അവർക്കൊപ്പമാണ് നിന്നുകൊണ്ടാണ് പ്രതികരിച്ചത്. കേരളത്തിലെ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിട്ട്, സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്നാണ് പറഞ്ഞത്. Never. You check my verbatim. ഞാൻ എന്താ അവിടെ പറഞ്ഞത്? സ്വർണ്ണക്കൊള്ള മറച്ചു വെച്ച് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. അത് EDയും നാളെ NIAയും CBIയും ഒക്കെ നോക്കിക്കോളും. അതിൻ്റെ സത്യം പുറത്ത് വരട്ടെ. ആ താരങ്ങളെ നിങ്ങൾ പിന്നാലെ പോയി ഇത് കവറപ്പ് ചെയ്യാൻ നോക്കാതെ സ്വർണ്ണക്കൊള്ള നിങ്ങൾ ഫോക്കസ് ചെയ്യൂ എന്നാണ് പറഞ്ഞത്. സാറ് നല്ല സുന്ദരനാ കേട്ടോ. എടാ, എന്നെ ഊതാനല്ല പറഞ്ഞത്, നീ ഇതേലോട്ട് ഊതാനാ പറഞ്ഞത്. എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ ഒരുപാട് വിവാദങ്ങളുണ്ടായി. അന്ന് മോഹൻലാലിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അദ്ദേഹമാണെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിച്ചു. ഇപ്പോൾ പൃഥ്വിരാജ് പറയുന്നുണ്ട് മോഹൻലാലിനോടും നിർമ്മാതാവിനോടുമൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു എന്ന്. അങ്ങനെയെങ്കിൽ പിന്നെ ഈ പറഞ്ഞ വിവാദങ്ങൾക്കൊക്കെ എന്തായിരുന്നു അടിസ്ഥാനം? അത് അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹം ചോദിച്ചു, മറുപടി പറഞ്ഞു. ഇപ്പം അങ്ങനല്ല മറുപടി എന്ന് പൃഥ്വിരാജ് പറയുന്നു. അതെല്ലാം അവരോട് ചോദിക്കണം. ഞാൻ അവരുടെ ശബ്ദമാവാൻ ഒക്കത്തില്ല. ഒത്തില്ല. എന്താണ് ഒത്തില്ല?
ചിലപ്പോഴെങ്കിലും താങ്കൾ ബി ജെ പിയെ തന്നെ വെട്ടിലാക്കുന്നത് പോലെ തോന്നാറുണ്ട്. അപ്പോൾ എയിംസിൻ്റെ കാര്യത്തിൽ താങ്കളുടെ നിലപാടാണോ അതോ പാർട്ടിയുടെ തീരുമാനമാണോ നടപ്പാക്കുക എന്നൊരു സംശയത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ എയിംസിന് തറക്കല്ലിട്ടില്ലെങ്കിൽ ഇനി ഞാൻ മത്സരിക്കില്ല എന്ന് വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് ഉറച്ച തീരുമാനമാണ്. അവിടെയാണ് ഒറ്റ അതെപ്പോഴും ഓർത്തോണ്ടേ മറക്കൽ. ഉദാഹരണല്ലേ പറയണേ. ഈ കലുങ്ക് സംവാദ പരിപാടിക്കിടയിൽ താങ്കൾ അപമാനിച്ചു എന്ന് പരാതി പറഞ്ഞവർക്ക് അവിടെ ഭരണകൂടം, കേരളത്തിലെ ഭരണകൂടം അല്ലെങ്കിൽ CPM അവർ വീട് വെച്ചു കൊടുത്തു. അതല്ലേ എൻ്റെ ട്രിക്ക്. അത് കഴിഞ്ഞിട്ട് താങ്കൾ കോട്ടയത്ത് പറഞ്ഞു, ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ വേണമെങ്കിൽ താങ്കളെ ഒന്ന് അപമാനിക്കാം, അപ്പൊ താങ്കൾക്ക് എന്തെങ്കിലും കിട്ടും. അല്ല, ഇപ്പൊ കൂടുതൽ പേരെ അപമാനിക്കാനുള്ള ഒരു ഉദ്ദേശമുണ്ടോ? കാരണം അവർക്ക് എന്തെങ്കിലും കിട്ടിക്കൊണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ആവശ്യപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആവശ്യപ്പെട്ടാ ചെയ്യാം. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ. നമ്മളുടെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു. എന്താണ് സുരേഷ് ഗോപിയുടെ പ്രതീക്ഷ? റിയാലിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ സാധിച്ചാൽ നമ്മുടെ വിജയത്തിൻ്റെ ആദ്യത്തെ പടി അവിടെയാണ്. ലെറ്റ് us not ask for huge. Let it not be small. Let it be what could be possible. I request to the people of Kerala, give me 21 MLAs in the next assembly election. അതിച്ചിരി കൂടുതലല്ലേ? മാങ്ങാത്തൊലി വെറുതെ മനുഷ്യനടിയാക്കാൻ. റിയാലിറ്റി എന്ന് പറഞ്ഞു, പോസിബിൾ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത്രയും വിചാരിച്ചില്ല 21 സീറ്റ് എന്ന്. ഞാൻ വിചാരിച്ച കുറച്ച് റിയാലിറ്റി മനസ്സിലാക്കി തന്നെയായിരിക്കും പറയുന്നതെന്ന്. നിങ്ങൾ നോക്കിയോ, എല്ലാവരും ഞാൻ ഞെട്ടിക്കും. താങ്കൾക്ക് ഞാനിപ്പം അയ്യപ്പദാസിന്റെ ഷോയും കാണുന്നുണ്ട്, കലുങ്ക് പോലൊരു പരിപാടി ഞാൻ കാണുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് തൃശ്ശൂരിലത് കണ്ടു, പാലക്കാട്ടിലത് കണ്ടു. അപ്പോൾ അവിടെയൊക്കെ കോൺഗ്രസിൻ്റെ ഒരു ഇൻറ്റൻറ്റ് എന്താണ്, അതെങ്ങനെയാണ് മനോരമയുടെയും ഇൻറ്റൻറ്റ് ആവുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, എനിക്കും മനസ്സിലായിട്ടുണ്ട്. അതിലൊന്നും ഒരു ഇൻറ്റൻറ്റും ഇല്ല, അതൊന്നും ഒരു ഇൻറ്റൻറ്റും ഇല്ല. ഈ ആരോപണത്തിനോട് എനിക്കൊന്നും പറയാനില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്കും ഒന്നേ ഉള്ളൂ കേട്ടോ. അത് അങ്ങനെയൊന്നും ആരോപിക്കരുത്. അതെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്റേത് ഒന്ന് തന്നെയാണല്ലോ, അംഗീകരിച്ചല്ല. ആര് ഭരിച്ചാലും ജനഹിത ഭരണം നടത്തുന്നതിന് ഈ 21 പേരുടെ നട്ടെല്ലെന്ന് പറയുന്നത് കാരണമാവും. അനിതര സാധാരണമായ ഭരണ മികവ് നിങ്ങൾ കേരളത്തിൽ കാണും. 21 എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആണോ? യെസ്, ഇറ്റ് ഈസ് റിയലിസ്റ്റിക്. ഒരു കുഞ്ഞു മനസ്സാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. തൃശ്ശൂർ ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞതും കുഞ്ഞു മനസ്സാണ്. അതെ ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.